√15 സമം 3.872 ആയ √5/√5 പ്ലസ് √3 വില കാണുക. ഇതാണ് കാണേണ്ടത് നമുക്ക്. √5/√5 പ്ലസ് √3 വിലയാണ് കാണേണ്ടത്. അപ്പോൾ ഛേദത്തിൽ ഇവിടെ രണ്ട് പദങ്ങളുണ്ട്. ഇതിനിടയ്ക്കുള്ള ചിഹ്നം പ്ലസ് ആണ്. ഈ ചിഹ്നം മാറ്റിയിട്ട് മുകളിലും താഴെയും ഗുണിക്കുക. ഈ ചിഹ്നം മാറ്റിയിട്ട്, അതായത് പ്ലസ് ഉള്ളത് മൈനസ് ആക്കി മുകളിലും താഴെയും ഗുണിക്കുക. അപ്പോൾ ഇൻറ്റു എന്താവും? √5 മൈനസ് √3/√5 മൈനസ് √3. നമുക്കിപ്പോൾ അംശം നോക്കൂ. √5 ഇൻറ്റു √5 മൈനസ് √3. അപ്പോൾ എന്താ? √5 കൊണ്ട് രണ്ടിനെയും ഗുണിക്കണം. √5 ഇൻറ്റു √5 മൈനസ് √3 പറയുമ്പോൾ √5 കൊണ്ട് √5 ഗുണിക്കണം, √5 കൊണ്ട് നെഗറ്റീവ് √3 ഗുണിക്കണം. അപ്പോൾ √5 ഇൻറ്റു √5 5 എന്ന് വരും. √5 ഇൻറ്റു √5 √25, 5 5. പിന്നെ √5 കൊണ്ട് നെഗറ്റീവ് √3, അപ്പോൾ മൈനസ്. ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് √5 ഇൻറ്റു √3 √15/√5 പ്ലസ് √3 ഇൻറ്റു √5 മൈനസ് √3. ഇത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി, a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ √5 സ്ക്വയർ എന്ത് വരും? √5 സ്ക്വയർ 5 മൈനസ് √3 സ്ക്വയർ 3 സമം 5 മൈനസ് √15/5 3 കുറച്ച 2. നമുക്ക് 5-ന്ന് √15 വില തന്നിട്ടുണ്ട്. എത്രയാണ്? 3.872 കുറയ്ക്കണം. 5-ന്ന് √15 വില 3.872, 3.872 കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയൊക്കെ 0.0008 കുറയ്ക്കുക. 8 2 10, ശിഷ്ടം 1 1 8 2 10 1 8 9 1 10 1 3 4 1 5. എത്ര കിട്ടി? 1.128/2 ഹരിക്കുമ്പോൾ 1 0 0, 11 I 2 10, ശിഷ്ടം 1, 12 6 2 12, 4 2 8. ഉത്തരം 0.564.